ഹായ് ഓൾ, വെൽക്കം ടു ടെക്നിക്കൽ എഡ്യൂസോൺ. അപ്പോൾ KPSRB കുറച്ചധികം പോസ്റ്റുകളിലേക്ക് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. KPSRB എന്താണെന്നും അതേപോലെ KPSRB റിലേറ്റഡ് കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിട്ടുള്ളതിൻ്റെ കാര്യം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കവിടെ നോക്കാം. നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇലക്ട്രിക്കൽ എഡ്യൂസോൺ എന്ന് പറഞ്ഞ ചാനൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പം ബാക്കിയുള്ള ബ്രാഞ്ചസിൻ്റെ ഒക്കെ നമുക്ക് 1 by 1 ആയിട്ട് നമുക്കവിടെ നോക്കാം. ITI, ഡിപ്ലോമ, BTech കഴിഞ്ഞ് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഏറ്റവും ആദ്യം വന്നേക്കുന്നത് 106/2025 KMMLലേക്കാണ്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിലേക്ക് ജൂനിയർ ടെക്നീഷ്യൻ ഇലക്ട്രോണിക്സ് ഒരു വേക്കൻസിയാണ് ഉള്ളത്. നിങ്ങൾക്കറിയുന്നുണ്ടാകും, ഓരോ PSUസിനും അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ റവന്യൂ പ്രോഫിറ്റബിലിറ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ. അപ്പം KMML എന്ന് പറയുന്നത് ക്ലാസ് A ആണ്, പെർമനൻറ്റ് പോസ്റ്റാണ്. ക്ലാസ് A ആയതുകൊണ്ട് തന്നെ നല്ല സ്കെയിൽ ഓഫ് പേ ആണ്. 31,690 തൊട്ട് 73,720. കമ്പനി പ്രൊഫൈലും ജോബ് ഡിസ്ക്രിപ്ഷനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ SLC വിത്ത് ITI ഇൻ ഇലക്ട്രോണിക്സ് ആണ്. ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 26 വയസ്സ് വരെയാണ് അവിടെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 26 വയസ്സ്. കറസ്പോണ്ടിങ് OBC SC/ST കാൻഡിഡേറ്റ്സിൻ്റെ കേസിൽ 3 ഉം 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ നമ്മളവിടെ സ്കെയിൽ ഓഫ് പേ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അറ്റ് ദ ടൈം ഓഫ് ട്രെയിനിങ് നിങ്ങൾക്കത് ഈ ഒരു എമൗണ്ടിലായിരിക്കും സ്റ്റൈപ്പൻഡ് കിട്ടുന്നുണ്ടാവുക. അപ്ലിക്കേഷൻ ഫീ ഉണ്ട്, 300 രൂപയാണ്. SC/ST കാൻഡിഡേറ്റ്സിൻ്റെ കേസിൽ 75 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 31/10/2025 ഒക്ടോബർ 31 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, KPSRBയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഏറ്റവും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാം. അടുത്തത് ഇൻസ്ട്രുമെൻറ്റേഷൻകാർക്കാണ്, ജൂനിയർ ടെക്നീഷ്യൻ ഇൻസ്ട്രുമെൻറ്റേഷൻ. 4 വേക്കൻസിയാണുള്ളത്. സെയിം സ്കെയിൽ ഓഫ് പേ KMMLലേക്ക് തന്നെയാണ്. 107/2025 കാറ്റഗറി നമ്പർ. ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 31. കമ്പനി പ്രൊഫൈലും ജോബ് പ്രൊഫൈലൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എലിജിബിലിറ്റി എന്ന് പറയുന്നത് അവിടെ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റിയൊരു പോസ്റ്റാണ്. ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 26 വയസ്സാണ് അവിടെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. പിന്നെ പീരീഡ് ഓഫ് ട്രെയിനിങ് ആൻഡ് റിമ്യൂണറേഷൻ അതിൽ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ. അപ്ലിക്കേഷൻ ഫീ 600. SC/ST കാൻഡിഡേറ്റ്സിന് 150 അപ്ലിക്കേഷൻ ഫീ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 31. അടുത്തത് 102/2025 എക്സിക്യൂട്ടീവ് ട്രെയിനിങ് ഇൻസ്ട്രുമെൻറ്റേഷനാണ്. 102/2025 KMMLലേക്ക് തന്നെയാണ്. സ്കെയിൽ ഓഫ് പേ 65,400 തൊട്ട് 1,65,600 രൂപയാണ് സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത്. ജോബ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ കയറി നമ്മളിതിൽ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്യാം. താല്പര്യമുള്ളവർക്ക് കയറി കാണാം. ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ. 28 വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. OBC SC/ST കാൻഡിഡേറ്റ്സിൻ്റെ കേസിൽ കറസ്പോണ്ടിങ് 3 ഉം 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. ട്രെയിനിങ്ങിൻ്റെ സമയത്ത് 20,000 ആയിരിക്കും കിട്ടുന്നുണ്ടാവും. പിന്നെയാണ് ഈ ഒരു സ്കെയിലിലേക്ക് വരുന്നുണ്ടാവുക. ഓക്കെ. അപ്ലിക്കേഷൻ ഫീ 600 ആണ്. SC/STൻ്റെ കേസിൽ 150 രൂപ. ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 31 തന്നെയാണ് ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്. അടുത്തത് 103/2025 പ്രോസസ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് ട്രെയിനി കെമിക്കൽ ഒരു വേക്കൻസിയാണ്. 65,400 തന്നെയാണ് സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 31. ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ്. 28 വയസ്സ് വരെയാണ് അവിടെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്ലിക്കേഷൻ ഫീ സെയിം തന്നെ 600, 150. അടുത്ത കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് 100/2025 KMML ജൂനിയർ ടെക്നീഷ്യൻ മെഷീനിസ്റ്റ് ആണ്. 31,690 തൊട്ട് 3,720 വരെയാണ് സ്കെയിൽ ഓഫ് പേ. ക്വാളിഫിക്കേഷൻ മെക്കാനിക്കൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ITI ഇൻ ദ ട്രേഡ് ഓഫ് മെഷീനിസ്റ്റ് ഓർ ട്രേഡർ ആണ്. ഏജ് ലിമിറ്റ് 26 തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഡ്യൂറിങ് ദി പ്രൊബേഷൻ അല്ലെങ്കിൽ ട്രെയിനിയുടെ ടൈമിൽ 15,000 കിട്ടുന്നുണ്ടാവുക. 600 രൂപയാണ് ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെ കേസിൽ. SC/ST കാൻഡിഡേറ്റ്സ് കേസിൽ 150 രൂപയാണ്.
അടുത്ത കാറ്റഗറി നമ്പർ 99/2025 ജൂനിയർ ബോയിലർ കം യൂട്ടിലിറ്റി ഓപ്പറേറ്ററാണ്. അതും KMMLലേക്ക് തന്നെയാണ്. 31,690 തൊട്ട് 3,720 വരെയാണ് സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി or SLC with ITI trade in the fitter or first or second class boiler attendance certificate in competency. ഏജ് ലിമിറ്റ് 26 വയസ്സ്. ആപ്ലിക്കേഷൻ ഫീ 600-150 ഒക്ടോബർ 31 വരെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ആയിട്ട് പറ്റുന്നുണ്ടാവും. അടുത്ത കാറ്റഗറി നമ്പർ 98/2025 ജൂനിയർ ടെക്നീഷ്യൻ ഫിറ്റർ ആണ്. സെയിം സ്കെയിൽ ഓഫ് പേ, ഒരു വേക്കൻസി ആണുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 31. ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് ITI സർട്ടിഫിക്കറ്റ് ഇൻ ദ ട്രേഡ് ഓഫ് ഫിറ്റർ ആണ് ക്വാളിഫിക്കേഷൻ. ഏജ് ലിമിറ്റ് 26. ആപ്ലിക്കേഷൻ ഫീ 375. ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 31. നമുക്ക് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വരാം. ജൂനിയർ ഓപ്പറേറ്റർ KMLലേക്ക് തന്നെയാണ്. 11 വേക്കൻസിയാണുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 31 തന്നെയാണ്. ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് 60% മാർക്സ് ഓർ ഡിഗ്രി ഇൻ കെമിസ്ട്രി വിത്ത് 60% മാർക്ക്. അപ്പോൾ ലാസ്റ്റ് ഏജ് ലിമിറ്റ് 26 വയസ്സാണ്. അപ്പോൾ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും, ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 31. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.